ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിനെ പേടിക്കുകയും ഭൗതികമായ ഭ്രമങ്ങളിൽ നിന്ന്, ലൗകിക ഭ്രമങ്ങളിൽ നിന്ന്, ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ നിന്ന്, ഭൗതികമായ ആഗ്രഹ അഭിലാഷങ്ങളിൽ നിന്ന് ആരാണോ മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ളത്, എന്നാൽ കേട്ടോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്ക് നാളെ പാർപ്പിടം സ്വർഗമാണ്, അവരുടെ കാലമുള്ള വീട് സ്വർഗമാണ്, എന്നുമെന്നും ജീവിക്കാനുള്ള താവളം സ്വർഗമാണ്. ആർക്ക്? അല്ലാഹുവിനെ പേടിച്ച് നടന്ന നല്ലവരായ മുഅ്മിനീങ്ങൾക്ക്. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മാസം കടന്നു വരുമ്പോ മാരിബിന്റെ സമയത്ത് മുത്തുനബി മാരിബ് നമസ്കരിച്ചിട്ട് മുത്തുനബി തങ്ങളുടെ മേലെ സലാത്ത് പറയാതെ മൗലിദ് ഓതാതെ അങ്ങ് ധാരാവായും കണ്ടിട്ടിരിക്കുന്ന പെങ്ങള്, അതല്ലെങ്കിൽ വെറുതെ ചാറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സഹോദര, നിനക്കൊന്നും ഈ പറയപ്പെട്ട സ്വർഗം വിധിക്കപ്പെടില്ല. ഇല്ല. അല്ല ഉസ്താദ്, ധാരാവായി കൊടുക്കുന്ന ഉമ്മക്കും സ്വർഗവും പിന്നെ ഖുർആൻ ഓതുന്ന ഉമ്മക്കും സ്വർഗമെങ്കിൽ അപ്പൊ സ്വർഗത്തിന്റെ 3.5 കിലോ വിലയുള്ള പപ്പക്കയ്യ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നു, ഇൻഷാ അല്ലാഹ് നേരെ പകുതിയും കഴിഞ്ഞ് തീരാറായിക്കൊണ്ടുവരുന്നു അല്ലേ? അല്ലേ? മൗലിദ് തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടർ ഒരു സൈഡിലുണ്ട്. നമ്മൾ ചർച്ചയാക്കേ വേണ്ട, അവരെ അപ്പുറം വിടാം. അവർക്ക് ഭാഗ്യമില്ലെങ്കിൽ നമുക്ക് എന്താക്കാം? ഞമ്മത് ചർച്ചക്കേ എടുക്കണ്ട, അത് ചർച്ച ചെയ്യാനേ നമ്മളില്ല. മുത്തുനബി തങ്ങളെ മാതാപിതാക്കളെ നരകത്തിലാണ്, കഫറാണെന്ന് പറഞ്ഞിട്ട് കണ്ടഘോഷത്തോടെ റോഡ് സൈഡിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന ഇവരെ നമുക്ക് ചർച്ചക്കില്ല. ഇവരോട് നമ്മൾ വിഷയം പറയാനില്ല. പച്ച മലയാളത്തിൽ പറയുകയാ, പച്ച ഭാഷക്ക് പറയുകയാ. പൊന്നാര നബി തങ്ങളെ മാതാപിതാക്കളെ പേര് മങ്കൂസ് മൗലിദിലുണ്ട്. അവിടെ ആമിന എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയലുണ്ട്. മറ്റു മൗലിദുകളിലും നബി തങ്ങളെ മാതാപിതാക്കളെ പേരുകളുണ്ട്. അബ്ദുള്ള എന്ന മുത്തുനബി തങ്ങളെ വാപ്പാന്റെ പേര് കേൾക്കുമ്പോ കോടാനുകോടി വിശ്വാസികളുടെ ഉള്ളം പെടയുന്നു. എന്റെ നേതാവിന് ജന്മം നൽകിയ വാപ്പയല്ലേ അത്? ലോകത്തിന്റെ കാരുണ്യക്കടലിന് ജന്മം നൽകാൻ കാരണക്കാരായ വാപ്പയല്ലേ അത്? പുണ്യം ചെയ്ത വാപ്പയല്ലേ? അബ്ദുള്ള എന്ന പേര് കേൾക്കുമ്പോ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ നിന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ അവർ മുസ്ലിമീങ്ങളെയല്ല, പച്ചക്കഫരീങ്ങളാണെന്ന് സുബ്ഹാനല്ലാഹ് കവലകളായ കവലകൾ മുഴുവനും പ്രസംഗിക്കുകയാം. ഘോരം പിന്നെ വാതോറാതെ പ്രസംഗിക്കുകയാം. അതുപോലെ തന്നെ പത്രങ്ങളും കിറുലേഖനങ്ങളും ഒക്കെ ഇറക്കിയിട്ട് നബി തങ്ങളെ മാതാപിതാക്കളെ കാഫറാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ പൊന്നാര നബി തങ്ങളെ മൗലിദിനെ ചെറുതാക്കാൻ വേണ്ടി, മൗലിദിനെ ബിദഅത്താക്കാൻ വേണ്ടി, മൗലിദിനെ ഖുറാഫാത്താക്കാൻ വേണ്ടി നബി തങ്ങളെ മാതാപിതാക്കളെ പച്ചക്ക് ചീത്ത പറയുന്ന ആ കൂട്ടരോട് നമുക്ക് ചർച്ചയില്ല. ഒരു വിഷയം അവരെ വഴിയായിട്ട് പോയിക്കോട്ടെ. നമ്മളെടുക്കുക. മൗലിദ് തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടർ, നബി തങ്ങളെ ബാപ്പ അങ്ങനെ ഉമ്മങ്ങനെ. സത്യത്തിൽ അത് എത്ര വലിയൊരു അപരാധമാണ് ആ പറച്ചല്. എന്തേ ഈ റോഡ് ഞാൻ കേട്ടതാണത്. റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഭയങ്കര ജോറ്, നബി തങ്ങളെ മാതാപിതാക്കൾ നരകത്തില. ഇതിങ്ങനെ ചെല്ലി നടക്കാനുള്ളതാ? ആര് പറഞ്ഞു നിന്നോട് നരകത്തിലെന്ന്? ഏത് ഹദീസിൽ നീ പഠിച്ചെടുത്ത്? ആര് പറഞ്ഞു നിന്നോട്? ഒരു കാര്യം പറയട്ടെ, ഇതിങ്ങനെ പറഞ്ഞു നടക്കലുണ്ട് നിനക്ക് എന്ത് ലാഭമുള്ള? നബി തങ്ങളെ ബാപ്പവും നരകത്തിൽ, നബി തങ്ങളെ ബാപ്പവും നരകത്തിൽ. ഒരു സഹാബി വന്നിട്ട് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു നരകത്തിലും. ഈ നരകത്തിൽ ഇങ്ങനെ ചെല്ലലുകൊണ്ട് എന്ത് ലാഭമാണ് ദീനിനുള്ള? എന്ത് ലാഭമാണ് സമുദായത്തിനുള്ള? എന്ത് ലാഭമാണ് നിങ്ങൾക്കുള്ള? എന്ത് ലാഭമാണ് ഈ ലോകത്തിനുള്ള? എന്തിനത് പറയണം? നബി തങ്ങളെ മനസ്സെത്ര വേദനിക്കും, പൊന്നാര നബി തങ്ങളെ കൽബെത്ര വേദനിക്കും. സ്വന്തം മാതാപിതാക്കളെ കഫർ എന്ന് പച്ചക്ക് പറയുമ്പോ ആരാ റസൂലുള്ളാഹ്? എന്താ കൂട്ടരെ നിങ്ങൾ ഇങ്ങനെ? മുസ്തഫായ റസൂലുള്ളാഹി ഇത്ര വലിയ കൂറ്റും കോച്ചെല്ലുണ്ടോ? ആള് കുറവുണ്ടല്ലേ? അങ്ങനത്തെ ഒരു ആദത്തില്ലേ? ഇല്ലങ്ങതാക്കണോ? നിങ്ങൾക്ക് ബേജാറങ്ങി എനക്കൊരു പസ്സ ബേജാറില്ല. നിങ്ങൾ വരുന്നാണ്ട് അടുത്ത കൊല്ലാനെ വിളിക്കണോ ചെല്ലും ഞാൻ വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഈ ചെല്ലന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നോട് ചൊടി വന്ന് അരസം വന്ന് ദേഷ്യം വന്നിട്ട് അവസാനം നിങ്ങൾ എന്നെ പീസാക്കിയിട്ട് സോപ്പിന്റെ പെട്ടിയിൽ അപ്പുറത്തൊക്കെ പാർസലാക്കും. എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസവും ഇല്ല. അങ്ങനൊന്നും നിങ്ങൾ ആക്കിയില്ല. പിന്നെ ഉള്ള പോലെ തന്നെ ചെല്ലണമെന്നല്ലാണ്ട് പിന്നെ നിങ്ങൾ തരുന്ന 10,000 രൂപ ഞാനെല്ലാം മറിച്ച് വെച്ചെങ്കിലാ 10,000 രൂപ തരല്ലേ? നിങ്ങൾ ചിരിച്ചെന്തിനി? 10,000 രൂപൻ്റെ കേൾക്കുമ്പോൾ ചിരിച്ചത് അല്ല, മറിച്ച് വെക്കാൻ കേൾക്കുമ്പോൾ ചിരിച്ചു. എന്തിനാണ് ഇപ്പം ചിരിച്ചെനക്ക് മനസ്സിലായിട്ടാ? 10 പോലും ചെയ്യാൻ വലിയ വിഷയൊന്നുമില്ല.
10-15 ഞാനും മേങ്ങും. നിങ്ങൾ അതിനെ ഒരു ടെൻഷൻ ആക്കിയിട്ട് ബേജാറാണ്ട, ചർച്ച ആക്കണ്ട. അപ്പുറം ഒരു ബസ് കുറഞ്ഞൊന്നും വലിയ വിഷയമൊന്നും അല്ല. പൈസൻ്റെ ഞാൻ ഉദാഹരണം പറഞ്ഞ അങ്ങനെ അതിന് ചർച്ച ആക്കാൻ നിൽക്കണ്ട. 2000 തന്നെങ്ങും മേങ്ങും, തന്നേ ഇല്ല ഞമ്മ പോവും. ഇത് ദീനാണ്. ഇനി ശരിക്കും തരുന്നത് നിങ്ങളല്ലല്ലോ. ഇതിന് എത്രയോ വില? ഇനി വില എത്ര? അല്ലോ ഉസ്താദേ, നിങ്ങൾ അവിടുന്ന് വരണമെങ്കിൽ ഇത്തരാ, ഇവിടുന്ന് വരണമെങ്കിൽ ഇത്തരാ. മുഞ്ഞാന്ന് ഒരാൾ ഇങ്ങനെ ഏടൊന്ന് ബുക്കിലെന്തോ വായിച്ചതോ ആരോ ചെല്ലതോ എന്ന് അറിയാല. പിന്നെ ഒരാളോ അയാളിന് വിളിച്ചോലോ, അയാളിന് വിളിച്ചിട്ടാ പറഞ്ഞത് ഡേറ്റ് എല്ലാം കൊടുത്തയാ ആരെന്നറിയില്ല. അങ്ങനെ പറയപ്പെട്ടോ, അലാമാ കീല. അപ്പൊ അയാളോട് പിന്നെ ചോദിച്ചാലോ ഉസ്താദെ റേറ്റ് എത്ര? അപ്പൊ അയാൾ പറഞ്ഞല്ലോ റേറ്റ് പറയണമെങ്കിൽ വിഷയം പറയണോ, നിങ്ങളെ വിഷയം പറയണോ, വിഷയം എന്താ, അവിടുത്തെ സബ്ജക്ട് ടോപ്പിക് എന്ത്? അപ്പൊ അയാൾ പറഞ്ഞാലോ, അവർ പറഞ്ഞാലോ ദജ്ജാലിന്റെ കൊല, ദജ്ജാലിനെ കൊല്ലൽ, അതാണ് വിഷയം. അങ്ങനെയെങ്കിൽ അയാൾ ഇത്രയും ചെല്ലുമല്ലോ. എത്ര? 50, 25, 10,000 എന്തോ പറഞ്ഞു. പറഞ്ഞിട്ടാകുമ്പോ ഈ വിളിച്ചോ ചെന്നാലോ. അങ്ങനെയെങ്കിൽ ഉസ്താദ് അത്ര വലിയ പൈസ ആണെങ്കിൽ നിങ്ങൾ ദജ്ജാലിനെ കൊല്ലണ്ട, പേടിപ്പിച്ചിട്ട് കളിക്കുക മതി. പിന്നൊന്നും ഈ വിളിക്കുന്നവർ അങ്ങനെ കേൾക്കുന്നതും തെറ്റ്. ഭയ കൊണന്നിട്ട് ഇഷ്ടം പോലെ കോളേജുക്കും മദ്രസക്കും വേണ്ടി എത്ര പൈസ ആക്കി പൊന്നു മേങ്ങാൻ ചൊല്ലി, അത് മേങ്ങാൻ ചൊല്ലി, ഉള്ള കക്കിരിക്കനെയും പപ്പകായിനെയും 3.5 മണിക്കൂർ ഏലം വിളിപ്പിച്ച് അവസാനം വേണ്ടതൊക്കെയും ആ ജമാഅത്തിന് നേടിക്കൊടുത്തു അയാൾ. എന്നിട്ട് അയാൾ വണ്ടി കയറി പോയതിന് ശേഷം അയാൾ പൈസ മേങ്ങി, അയാൾ അങ്ങനെ മേങ്ങി, അയാൾ ഇങ്ങനെ മേങ്ങി എന്നിങ്ങനെ കുറ്റം പറയുന്നതിന് ഒരർത്ഥവുമില്ല. ഒന്ന്. രണ്ടാമത്, അയാൾ അങ്ങനെ പൈസ കണ്ടീഷൻ വെച്ചിട്ട് ദീന് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ശരിയുമല്ല. അത് രണ്ടും ശരിയല്ല. ഈനൊന്നും വില പറയാൻ കഴിയില്ല. മഹാനായ അബൂ ജാഫർ റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് തങ്ങളുടെ കാലത്ത് ജീവിച്ച വലിയ മഹാനാൻ, വലിയ പണ്ഡിതനാൻ, വലിയ ഇമാമാൻ. ആ മഹാനരുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു അത്ര. അല്ല തങ്ങളെ ഒരു സംശയം ചോദിച്ചു. ഒരു സാധുവായ മനുഷ്യന്, ഒരു ലോക്കൽ മനുഷ്യന്, ഒരു സാർവജനിക മനുഷ്യ, അയാൾ വന്നിട്ട് മഹാനായ തങ്ങളോട്, ഹാറൂൻ റഷീദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതരോട് അവിടെ നിന്ന് ഒരു സംശയം ചോദിച്ചപ്പോ ആ മഹാനർ കൊടുത്ത മറുപടി എന്തറിയോ? എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല. നീ ചോദിച്ച സംശയത്തിന് എനിക്ക് മറുപടി അറിയില്ല, എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ആ വന്നാള് പറഞ്ഞെന്തറിയോ? നിങ്ങൾ ഇതാണോ മറുപടി പറയുന്നത്? എനിക്കറിയില്ല എന്നാണോ? നിങ്ങൾ ആരാ? നാടിന്റെ കാളിയല്ല, ഇവിടത്തെ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന ആളല്ല, വലിയ ആലിമല്ലേ, വലിയ ആലിമാണ്, വലിയ കാളിയാണ്, വലിയ ഖുതീബാണ് എന്ന് പറഞ്ഞിട്ട് കൈ നിറയെ ശമ്പളം വാങ്ങുന്ന നിങ്ങ ഈ ഗവൺമെന്റിൽ നിന്ന് 10,000-ഓ 15,000-ഓ ദീനാറോ ദിർഹമോ കൂലി വാങ്ങുന്ന നിങ്ങളെ വായിൽ നിന്നിട്ട് ആൻസർ വരാൻ പാടില്ല. എങ്ങനത്തെ ആൻസർ? എനക്കറിയുന്നില്ല, എനക്ക് അതിന്റെ ഉത്തരം അറിയാല. അല്ലെങ്കിൽ ഇപ്പൊ കുറെ വാട്സപ്പിൽ കുറെ ചോദ്യം വരുന്നു. ഈ എന്ത് കിസിന്റെ ചോദ്യം മനസ്സിലായിട്ട? എന്തല്ലോ ചോദ്യം. വലിയ വലിയ ഉസ്താദുമാരുടെ മുമ്പിലല്ലോ, വലിയ വലിയ ആലിമീങ്ങളെയെല്ലാം പൊതുജനങ്ങളെ മുമ്പില് ഒന്നും തിരിയാത്ത വിഡ്ഢികളാക്കി മാറ്റാൻ ചില പരമവിഡ്ഢികൾ ഉണ്ടാക്കിയ ചില ഏർപ്പാടുകൾ. ചോദ്യം എന്ത്? ബുറാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അയാളുടെ കാലിൽ എത്ര ബെരലുണ്ടായി ബുറാക്കിന്റെ വാനത്തിൽ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ തലയിൽ നരച്ച മുടി എത്ര? മൂന്നാമത്തെ ചോദ്യം, മദീനത്തെ പള്ളിയുടെ ആ സൈഡ് ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലെ 3-ാമത്തെ വാതിലിന് അടിച്ച ആണി എത്ര? ഇതെല്ലാം നോക്കാൻ പോലെ ഇളവണി. അതിന് ആൻസർ കൊടുക്കണോ? ആൻസർ കൊടുത്തില്ലെങ്കിൽ ഉസ്താദ് 8:30 മണിക്ക് മുന്നേ വാട്സപ്പിൽ ഉസ്താദ് 8:30 മണിക്ക് മുന്നേ ആൻസർ ഉസ്താദ് ഇത് ആൻസർ ചൊന്നെങ്കിൽ നാളത്തെ ബുക്ക് നക്ക് സമ്മാന. അപ്പൊ ആൻസർ ചൊല്ലറും മദീനത്തെ പള്ളിന്റെ ഡോറിന്റെ ബിജാക്കറിയാൾ കണ്ട അല്ല ബുറാക്കെന്ന മൃഗത്തിന്റെ ഉഗ്രത്തിന് നീയാൾ നോക്കിനെ. ഏതോ ഒരു കിതാബിൽ എവിടെ ഉണ്ടോ ഈ ചങ്ങായി? ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മനുഷ്യന് വല്ല പണിയൊന്നുമില്ല. ഏതോ ബുക്ക് എടുക്കുക, ഇപ്പോ നെറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ PDF കാണും. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ ആൻസർ അവിടെ തന്നെ ഉണ്ടാവും. അതിനെ മെല്ലെ കട്ടാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് സൈഡിൽ വെച്ചിട്ട് പിന്നെ വന്നോർക്കല്ലിനെ കൊടുത്തിട്ടാകുമ്പോ അയാള് സലാമത്തായി. ഇവിടെ വിഡ്ഢികളായതാര്? ഈ വലിയ ആലിമീങ്ങൾ. കാലങ്ങളാർ അല്ലാഹുവിന് വേണ്ടി ദർസ് നടത്തുന്ന ആലിമീങ്ങൾ. സത്യത്തിൽ അവർക്ക് ഉത്തരം അറിയാഞ്ഞിട്ടല്ല, ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടാതെ പോയി. അത് തെറ്റല്ല. അവർക്കുള്ള വലിയൊരു മതിപ്പ് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാണ്ടാക്കുന്ന ഈ ഒരു പ്രഹസനം, ഇത് കുറച്ച് കൺട്രോൾ ചെയ്യണം. ഞാനിന് പാടേ എതിർക്കുന്നതല്ല. ക്വിസ് മത്സരം ഉണ്ടാക്കി എന്തെല്ലാം ചോദ്യം. മുഞ്ഞാന്ന് ഒരാൾ എന്നോട് വിളിച്ചിരിക്കുന്നു, ഉസ്താദ് ഈ അജറുൽ അസ്വദ് കല്ലുണ്ടല്ലോ ഉസ്താദ്? ഉണ്ടോ?
അതിൻ്റെ ഉള്ളിലുണ്ടോ? അല്ല ഉസ്താദ്, അതിൻ്റെ ഉള്ളിൽ അത് കണ്ട പീസായിട്ടെല്ലാം ഇപ്പൊ വെച്ചിനല്ലേ? അജറുൽ അസ്വദ് കല്ലിനെ ഒരു യുദ്ധത്തിൽ പൊടിയാക്കപ്പെട്ടുവല്ലോ. ഇറാനുകാരുമായിട്ട് അവിടെ ഏറ്റുമുട്ടലുണ്ടായി. ആ കല്ലുകൾ തകർക്കപ്പെട്ടു. പിന്നീട് അതിനെ കാലങ്ങൾക്ക് ശേഷം അതിനെ വീണ്ടെടുത്തു. അവർ നല്ല മേങ്ങി പിടിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു. വലിയ ചരിത്രമാണത്. അപ്പൊ ഉസ്താദ് അതിൽ ഇത്ര കഷ്ണം ഉണ്ടല്ലോ? ഉണ്ട്. ഉസ്താദ്, ഒരു കഷ്ണം എത്ര ഗ്രാം ആവും? അതിൻ്റെ ഉള്ളിൽ വെച്ച് ഈയം കൊണ്ടുണ്ടാക്കിയ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കപ്പെട്ട അജറുൽ അസ്വദിന്റെ വ്യത്യസ്ത കഷ്ണങ്ങൾ ഇത്ര ഉണ്ടത് കണക്കെട്ട് കിതാബില്. ഉസ്താദ്, അപ്പൊ ഒരു കഷ്ണം എത്ര ഗ്രാം? എന്തൊരു ചക്കര? ഓന്റെ ചോദ്യം. അല്ല, ഏത് വലിയ അറിയുന്നവർ പോലും പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് അറിയില്ല എന്നാണോ? ജമ്മുൽ ജവാമിയില് കാണാ, വലിയ കിതാബാണ്. മദീനയുടെ ഇമാം ഇമാം ഷാഫി തങ്ങളെ ഉസ്താദായ ഇമാമുനാ മാലിക് റളിയല്ലാഹു അൻഹു. അവർക്ക് പറ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയുടെ ഇമാമാണ്, ലോകത്തിന്റെ ഇമാമാ. നമ്മുടെ ഇമാമുനാ ഷാഫി തങ്ങളെ ഉസ്താദാണ്. ആ മഹാനരോടതാ 40 ചോദ്യം ചോദിക്കപ്പെട്ടു. 40 ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. 40 ചോദ്യം ഒറ്റയടിക്കാണോ ചോദിച്ചത്, അതല്ല ഘട്ടം ഘട്ടമായിട്ടാണോ ചോദിച്ചത് എന്ന് ഞാൻ അറിയില്ല. ഏതായാലും ആ മഹാനരോട് 40 ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. പക്ഷേ ഇൽമിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ ഭണ്ഡാരമായ അറിവിന്റെ സാഗരമായ ആ വലിയവരായ മഹാനര്, 10 ലക്ഷത്തോളം ഹദീസ് കാണാതെ പഠിച്ച മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള് തന്നോട് ചോദിക്കപ്പെട്ട 40 ചോദ്യങ്ങളിൽ നിന്ന് 39 ചോദ്യങ്ങൾക്കും പറഞ്ഞ ആൻസർ എന്തറിയാ? മറുപടി എന്തറിയാ? ലാ അദിരീ, എനിക്കതിന്റെ ആൻസർ അറിയില്ല, എനിക്കതിന്റെ ഉത്തരം അറിയില്ല. അറിയാഞ്ഞിട്ടല്ല, അവരുടെ താഴ്മ കൊണ്ടാകാം, അവരുടെ എളിമത്തരം കൊണ്ടാകാം. അതല്ലെങ്കിൽ പെട്ടെന്ന് പറയുക എന്നത് ഒരു ആലിമിനുള്ള നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. ചോദിച്ചതിന് സഡൻല് മറുപടി, അത് എത്ര വലിയ ആളായെങ്കിലും നല്ലതല്ല. കുറച്ചൊക്കെ ആലോചിച്ച് സമാധാനത്തിൽ പറയണോ. ആ നിലപാട് സ്വീകരിച്ചതാകാം. ഏതുമാകട്ടെ, ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പലതിനും ആ മഹാനർ കൊടുത്ത മറുപടി എനിക്കറിയില്ല. ഈ മറുപടി പറഞ്ഞതിന്റെ പേരില് മാലിക് തങ്ങളെ ആരെങ്കിലും തള്ളുമോ? അയാളെ ആരെങ്കിലും കമ്മിറ്റിക്ക് പുറത്തിടുമോ? അയാളെ ആരെങ്കിലും പോസ്റ്റിൽ നിന്ന് താഴെയിടുമോ? ഇല്ലല്ലോ. ഏതുമാകട്ടെ ഇത്തരത്തിൽ വലിയവരായ സമുദായത്തില്, സമാജത്തില് വലിയ വിലയും നിലയും കളിപ്പിക്കപ്പെടുന്ന ഉന്നതരായ മഹാന്മാരായ ആലിമീങ്ങളെ ഒരു നിമിഷം കൊണ്ട് സമുദായത്തിന്റെ ഇടയിൽ ചെറുതാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുവെങ്കിൽ സമുദായം ജാഗ്രത പാലിക്കണേ. ഈ ഒരു ശൈലി ശരിയല്ല. പിന്നെ എല്ലാത്തിനും ആൻസർ പറയാൻ കഴിയുമെങ്കിൽ, എല്ലാ ഇൽമും പറയാൻ കഴിയുമെങ്കിൽ, എല്ലാ ഇൽമും ലഭിച്ചവനാണെങ്കിൽ, ഇല്ല ലോകത്ത് പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ശമ്പളമോ കൂലിയോ, അയാളെ പ്രസംഗിച്ച പ്രസംഗത്തിന് കൊടുക്കാൻ പറ്റിയ പൈസയോ ഞങ്ങളെ കയ്യിലില്ല. കാരണം ഇൽമിനെ വില കെട്ടാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അബൂ ജാഫർ റളിയല്ലാഹു അൻഹു തങ്ങള് മഹാനരോട് വന്നിട്ട് ഒരു സാധു ചോദിക്കുകയാണ്, അല്ല തങ്ങളെ ഒരു ചോദ്യമുണ്ട്, മറുപടി പറയാമോ? ചോദ്യം അയാൾ ചോദിച്ചോ. മഹാനരായ അബൂ ജാഫർ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു, എനിക്കതിന്റെ ഉത്തരം അറിയില്ല, ആൻസർ അറിയില്ല. ഇത് പറഞ്ഞപ്പോ വന്നയാള് ചോദിച്ചെന്തറിയാ? വന്നയാള് പറഞ്ഞെന്തറിയാ? നിങ്ങ നാട്ടിന്റെ കാളിയല്ലേ, ഈ നാടിന്റെ കാളിയല്ലേ, ഗവൺമെന്റ് ശമ്പളം തരുന്ന വലിയ ഖതീബല്ലേ, നിങ്ങൾക്ക് നല്ല ശമ്പളം ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാസാമാസം വാങ്ങുന്നുണ്ട്. അതേ 10,000 15,000 ദീനാർ, അതല്ലെങ്കിൽ ദിർഹമോ, ഇത്രയെല്ലാം ശമ്പളം വാങ്ങുന്ന നിങ്ങള് മറുപടി പറയുന്നത് അറിയില്ല എന്നാണോ? ആൻസർ അറിയില്ല എന്നാണോ? എന്നവിടെ വന്നയാള് ചോദിച്ചപ്പോ മഹാനായ അബൂ ജാഫർ തങ്ങൾ പറഞ്ഞെന്തറിയാ? അതെ എനിക്കറിയില്ല എന്ന് പലതിനും മറുപടി പറയാനുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ചെറിയ ശമ്പളം എനിക്ക് തരുമ്പോൾ
വരുമ്പോൾ ഞാനത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത്. ഒരു വേള എല്ലാം അറിയുന്ന ഒരാളാണ് ഞാനെങ്കിൽ, എല്ലാത്തിനും മറുപടി പറയാൻ പറ്റിയ ഒരാളാണ് ഞാനെങ്കിൽ, ചോദിക്കപ്പെടുന്ന മുഴുവനും കൈകാര്യങ്ങൾ ചെയ്ത് പരിഹാരം നൽകപ്പെടാൻ പാകതയിലുള്ള ഒരാളാണ് ഞാനെങ്കിൽ, ഈ ലോകം മുഴുവനും നിങ്ങൾ ശമ്പളമായി തന്നാലും അത് എന്റെ കൂലിയാവില്ല, അത് എന്റെ ശമ്പളമാവില്ല. പിന്നെ നിങ്ങൾ ഈ ഗവൺമെന്റ് തരുന്ന പൈസ, നിങ്ങൾ ഈ ഗവൺമെന്റ് തരുന്ന ഈ ശമ്പളോ, നിങ്ങൾ ഈ കമ്മിറ്റി നിശ്ചയിച്ച ഈ ശമ്പളോ, അത് എന്റെ ഈ അറിവനുസരിച്ചിട്ടുള്ള ഈ അറിവില്ലായ്മക്കും കൂടിയാണ്. എനിക്കറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഇയാള് അറിയില്ലാന്ന് ചെല്ലാനാ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു അതിനെന്നെ എല്ലാം അറിയുന്നതാണ് ചെല്ലുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ശമ്പളം മതിയാവല്ല, അറിയലാൻ ചെല്ലുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ശമ്പളം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥമായ ശരിക്കുള്ള ഇൽമിന് വില കെട്ടാൻ ഒരാൾക്കും സാധ്യമല്ല. ഇരിക്കട്ടെ 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 എന്റെ വിഷയം വഴി മാറുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നല്ല മാസം വന്നപ്പോ ഇവിടെ പലരും മൗലിദിനെ എതിർക്കുന്നുണ്ട്, പൊന്നാര നബി ആക്ഷേപിക്കുന്നുണ്ട്, അവിടുത്തെ മാതാപിതാക്കൾ അവഹേളിക്കുന്നുണ്ട്. അവരെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താ, ചർച്ച കിടക്കണ്ട, അവരോട് വിഷയം പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ല അവരോട് വാദകോലാഹലങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, അത് മാറ്റിവെക്ക. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, മൗലിദ് വേണമെന്ന് പറയുന്നവരല്ലേ അല്ലേ, മൗലിദ് കഴിക്കണമെന്ന് പറയുന്നവരല്ലേ, അതിനു വേണ്ടി ശബ്ദിക്കുന്നവരല്ലേ, അതിനു വേണ്ടി നേർച്ച കൊടുക്കുന്നവരല്ലേ, നേർച്ച നേർന്നവരല്ലേ? ചോദിക്കട്ടെ വാപ്പാ, ചോദിക്കട്ടെ ഉമ്മ, നിങ്ങളെ വീട്ടിൽ മൗലിദ് കഴിഞ്ഞോ? പൊന്നാര നബി തങ്ങളെ ആപാദനങ്ങള്, പൊന്നാര നബി തങ്ങളെ മധുകീർത്തനങ്ങള്, പൊന്നാര നബി തങ്ങളെ സ്തുതി കീർത്തനങ്ങൾ അടങ്ങിയ ഏതെങ്കിലും ഒരു ഹദീസ്, ഏതെങ്കിലും ഒരു ബൈത്ത് നിങ്ങളെ നാവിലൂടെ വന്നോ? റബീഉൽ അവ്വൽ മാസമായിട്ട് എത്ര സലാത്താണ് പൊന്നാര നബി തങ്ങളെ മേലെ ചൊല്ലിയത്? എത്ര സ്വലാത്ത്! പൊന്നാര നബിയെ ഏറെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ, അവിടുത്തെ മാതാപിതാക്കളെയും സ്നേഹിക്കുന്നവരാണ്. ആ മാതാപിതാക്കളെ പേര് കേൾക്കുമ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹാ, ഇത് പറയുന്നവരാണ് നമ്മൾ. പറയണം അങ്ങനെ. അവർക്കല്ലാണ്ട് പിന്നെ ആർക്കാ പറയേണ്ടത്? അല്ല, അവർ ഒരിക്കലും നരകാവകാശികളല്ല, അവർ നരകത്തിലല്ല. അത് ഘോരഘോരം പ്രസംഗിക്കേണ്ട കാര്യമല്ല. അല്ല, ശരിക്കും നിന്റെ മനസ്സിൽ നബി തങ്ങളോടൊരിത്തിരി ഈമാനുണ്ടെങ്കിൽ, ഒരിത്തിരി മഹബത്തിന്റെ കനിയംശമുണ്ടെങ്കിൽ, നബി തങ്ങളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നീ പറയില്ല. നബി തങ്ങളെ മനസ്സ് എത്ര ബേജാറാവും. നബിയെ നിങ്ങളെ ബാപ്പ ഗാഫറാണ്, നബിയെ നിങ്ങളെ ഉമ്മ ഗാഫറാണ് എന്ന് പറയുമ്പോ നബി തങ്ങളെ മനസ്സ് എത്ര വേദനിക്കും, എത്ര ബേജാറാവും. എത്ര ലേഖനങ്ങളായി എഴുതിയത്, എത്ര പ്രസംഗത്തിന്റെ ക്ലിപ്പുകളായി ഇറങ്ങിയത്, എത്ര പുസ്തകത്തിലായി എഴുതപ്പെട്ടിട്ടുള്ളത്. ഇല്ല, അങ്ങനെ പറയല്ലേ. ആരാ? റസൂലുള്ളാഹ്, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. അവർക്ക് പറയണം, അവർക്ക് പറയണം, ഇക്രിമ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. സഹാബി പ്രമുഖനാണ്. എല്ലാത്തിനേക്കാളുപരി ഇക്രിമ അബൂജഹലിന്റെ മകനാണ്, അബൂജഹലിന്റെ മോനാണ്. നിങ്ങൾക്ക് മനസ്സിലാണല്ലേ? എന്റെ ഭാഷ അവർക്ക് പിടിയാണല്ലേ? ഇത്ര ലൈറ്റാക്കി പറഞ്ഞിട്ട് ഇപ്പൊ തീരുന്നില്ലെങ്കിൽ പിന്നെ സ്റ്റോക്കിന്റെ ആൾ വന്നെങ്കിൽ എന്താവും? നിങ്ങൾ പായേണ്ടി വരുമല്ലോ എണിച്ചിട്ട്, അല്ലേ? അല്ലേ സാർ? അല്ല, നിങ്ങളെ മുണ്ടാണ്ടിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ബേജാറ് പോലെ. ഇത്ര നിറഞ്ഞ സദസ്സ്, അൽഹംദുലില്ലാ. ഫസ്റ്റിൻ്റെ അന്നത്തെ വേലിന് തന്നെ ഇത്ര ആൾ കൂടിയ ഒരു സദസ്സ് ഞാനിത് ഫസ്റ്റ് കണ്ട്.
ഒരു ജന്മൂന്നെല്ലാം ദൂരം നിന്നിട്ട് കേട്ടിട്ട് ബസ് സ്റ്റാൻഡോടെ മാർക്ക് ഇട്ടിട്ട് മരത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ട് 4ൻ്റെ അന്ന് മാത്രം വരുന്നവരുണ്ട്, 5ൻ്റെ അന്ന് സീർണിട്ട് കെട്ടുകൊണ്ടോ വരുന്നവനുണ്ട്. അപ്പോൾ ഫുള്ളാവലുണ്ട് സാധാരണ. ഈ ഫസ്റ്റ് തന്നെ ഒരു സദസ്സ് ഫുള്ളാണ്. അൽഹംദുലില്ലാ, ഈ നാടിൻ്റെ നല്ല പാരമ്പര്യം, ഈ നാടിൻ്റെ ഈമാനിൻ്റെ പാരമ്പര്യം, ഈ നാടിൻ്റെ ഭാഗ്യത്തിൻ്റെ പാരമ്പര്യം പടച്ചറബ് ഖൈറായ നിലക്ക് നിലനിർത്തട്ടെ. ഈമാനും എല്ലാ ആചാരങ്ങളും ദീനിന്റെ നല്ല ആചാരങ്ങളും ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിലും നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലും അല്ലാഹു നിലനിർത്തുമാരാകട്ടെ. അത് നിലനിർത്തുമാരാകട്ടെ. ഞങ്ങൾ ഈ മജ്ലിസിലെ ഈ നല്ല ദുആക്ക് നല്ലവനായ റബ്ബ് ഉത്തരം ചെയ്യുമാരാകട്ടെ. ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി തങ്ങളെ സഹാബിയാണ്. പൊന്നാര നബി തങ്ങളെ അരുമശിഷ്യനാണ്. പൊന്നാര നബി തങ്ങളെ സന്തത സഹചാരിയാണ്. അവിടത്തെ ഇഷ്ടതോഴനാണ്, എല്ലാമാണ്. അതിനേക്കാളുപരി അബൂജഹലിന്റെ മോനാണ്. അബൂജഹലാര ലാനത്തുല്ലാഹി അലൈഹി, അവൻ അല്ലാഹു ശപിക്കട്ടെ, അവന്റെ മേൽ അല്ലാഹു ശാപം ചൊരിയട്ടെ. എന്നെപ്പോൾ നമ്മൾ ശാപം വെക്കുന്നുള്ള ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുവാണെന്ന് പറയപ്പെട്ട ലികുല്ലി ഉമ്മത്തിൻ ഫിരൗൻ വ ഫിരൗന ഹാദിൽ ഉമ്മത്തി അബൂജഹൽ. ഈ സമുദായത്തിന്റെ ഫിരൗനാണ്, മഹാനാശകാരിയാണ്, മഹാനാശകാരിയാണ്. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലോണം വേദനിപ്പിച്ച അബൂജഹല്, പച്ച കാഫറായി മരണപ്പെട്ടിട്ടുള്ള അബൂജഹല്, പടച്ച തമ്പുരാന് ശാപം ചൊരിഞ്ഞിട്ടുള്ള അബൂജഹല്, ആ അബൂജഹലിന്റെ മകനാണ് സഹാബിയായ ഇക്രിമ റളിയല്ലാഹു അൻഹു. അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ സാധാരണ നമ്മൾ പറയലുണ്ടല്ലോ ലാനത്തുല്ലാഹി അലൈഹി എന്ന്, അല്ലേ? അവനെ ആക്ഷേപിച്ചിട്ടാണല്ലോ പറയല്. പൊന്നാര നബി തങ്ങളെ വേദനിപ്പിച്ചവനാണ്. ചീഞ്ഞളിഞ്ഞ പുഴുവരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന നാറ്റം അടിച്ചു വീശുന്ന എപ്പോഴോ ചത്തിട്ടവിടെ വീണതായ വട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടക്കുമ്പോ ആ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് പൊന്നാര നബി തങ്ങളെ കുഞ്ചിയിലേക്ക് ഇട്ടുകൊടുത്തവനാണ്. അതേ അബൂജഹല്. പൊന്നാര നബി തങ്ങളെ കൊല്ലാന് വേണ്ടി വീട് വളഞ്ഞവനാണ്, വളഞ്ഞവർക്ക് നേതൃത്വം കൊടുത്തവനാണ്. അല്ലേ? എല്ലാം കൊണ്ടും ആക്ഷേപർഹൻ, എല്ലാം കൊണ്ടും ആക്ഷേപിക്കപ്പെട്ടവൻ, എല്ലാം കൊണ്ടും ആക്ഷേപിക്കപ്പെട്ടവൻ, എല്ലാം കൊണ്ടും ആക്ഷേപിക്കപ്പെട്ടവൻ. എന്നാൽ അവന്റെ മകനാണ് മഹാനരിൽ മഹാനരായ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒന്നിച്ചിരിക്കുമ്പോ കേൾക്കണം, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒന്നിച്ചിരിക്കുമ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണെങ്കിൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു അതിലൂടെ വരുന്നത് നബി തങ്ങളെ കണ്ടാൽ സഹാബികളോട് നബി തങ്ങൾ പറയണെന്തറിയോ? ഇക്രിമ റളിയല്ലാഹു അൻഹു വരുന്നത് കാണുമ്പോ സഹാബികളെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുന്നത് എന്തറിയോ? ഇക്രിമ പണ്ടത് കാണുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളൊട്ട ചൊല്ലതെന്തുകൊണ്ടുണ്ട, സഹാബികളെ ഇക്രിമ വരുന്നുണ്ട്, എന്നയാളെ വാപ്പാനെ പറ്റി ഇവിടെ ഒന്നും മിണ്ടണ്ട, അബൂജഹലിനെ പറ്റി ഒന്നും പറയണ്ട, ലാനത്തുല്ലാഹി അലൈഹി ചൊല്ലണ്ട. കാരണം എന്തറിയോ? കാരണമെന്ത്? അവനെല്ലാം കൊണ്ട് ലാനത്ത് ചൊരിയപ്പെടേണ്ടവനാണ്, ആക്ഷേപിക്കപ്പെടേണ്ടവനാണ്, അവന് നല്ലോണം പറയപ്പെടേണ്ടവനാണ്. പക്ഷേ എന്നാലും ഇക്രിമാന്റെ ബാപ്പല്ലേ, സ്വന്തം ബാപ്പാനെ പറ്റി അടിക്കടിക്ക് അങ്ങനെ പറയുമ്പോ ഒരു നല്ല മോന്റെ മനസ്സ് വേദനിക്കില്ലേ? ഓട്ടോമാറ്റിക് അയാളും പറയും, അയാളും ലാനത്തുല്ലാഹി അലൈഹി പറയലുണ്ട്. എന്നാലും ബാപ്പാന്റെ മോനല്ലേ, വല്ലപ്പോഴും മനസ്സ് നൊന്തുപോയാലോ, മനസ്സ് ബേജാറായാലോ, അതുകൊണ്ട് ഈ ഇക്രിമ എന്ന മോനെ പരിഗണിച്ചിട്ട് അയാൾ വന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നത് വരെ അയാളെ മുമ്പിൽ വെച്ച് അബൂജഹലിനെ പറ്റി ഒന്നും പറയണ്ട. കാഫിറായ
ബാപ്പാനെ പറ്റി മോന്റെ മുമ്പില് ഒന്നും മിണ്ടണ്ട, മോന്റെ മനസ്സ് വേദനിക്കും എന്ന് യഥാർത്ഥ കഫറായ ബാപ്പാനെ കുറിച്ച് മോന്റെ മുമ്പിലുള്ള സ്വീകരിക്കേണ്ട നിലപാട് പൊന്നാര നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളെ ബാപ്പാനെ പറ്റി കഫറാണ്, ഉമ്മ കഫറാണ് എന്നിങ്ങനെ അടിക്കടി പറയുമ്പോ ഈ ലോകം കണ്ട ഏറ്റവും നല്ല മകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സെത്ര വേദനിക്കും മുസ്ലിമേ? പാടില്ല, പറയല്ല. ഇരിക്കട്ടെ, നമ്മൾ ആ ഭാഗം അവിടെ വെക്കട്ടെ, അതവിടെ മാറ്റി വെക്കട്ടെ. എന്നാലും ചോദിക്കുന്നു, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പരിപാവനമായ ദിനരാത്രികൾ കടന്നു പോവുകയാണ്. എത്ര വീടുകളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കപ്പെട്ടോ, എത്ര വീടുകളിൽ മാലമൗലിദുകളുടെ ഈരടികൾ പാടപ്പെട്ടോ. അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലല്ലാനാമി ബിദിക്രി മൗലിദി അഹ്മദി മൗലായ على حبيبك خير الخلق كلهم جاءت لي مولده الشريف بشائر وخوارق العادات ليلة مولدي مولاي صل وسلم دائما أبدا على حبيبك خير. എത്ര വീടുകളിലാണ് ഓതിയിട്ടുള്ളത്? എത്ര വീടുകളിലാ? പള്ളിയിൽ മൗലിദിനിരിക്കുന്ന കൂട്ടുകാരെത്രയാ? ചോദിക്കട്ടെ, യൂത്ത് വിംഗുകാരാ, ബാല്യക്കാരാ, ചോദിക്കട്ടെ, മൗലിദിന്റെ സദസ്സിൽ നിന്നെ കണ്ടില്ലല്ലോ? ഇല്ല. ചെറുക്കനെ കണ്ടിട്ടാ? അപ്പൊ പറഞ്ഞെന്താ പറയാ, കണ്ട അബ്ബ ജയിച്ചിരല്ലേ, അബ്ബ യൂത്ത് വിംഗ് അല്ല, അബ്ബ മൂത്ത വിംഗ്, അയാൾ ദയിക്കണേ, അയാൾക്ക് ഇനി ടൈമില്ല, ദയിക്കോ, നീ ദയിക്കണോ അവിടെ? അബ്ബ ദയിച്ചിരല്ലേ, അബ്ബ തന്നിരല്ലേ, അബ്ബ മേങ്ങിരല്ലേ, അബ്ബ ഉച്ചക്ക് ബയിച്ചിരല്ലേ, നോക്ക നീ പട്ടിന് എരിവുള അല്ല, അയാളാക്കിയല്ലേ, അയാളുണ്ടല്ലേ ബാങ്ക് ബാലൻസ് മയ്യാവല്ലേ, നിന്റെ വേറെ കൂടെ അയാൾ പെണ്ണ് കെട്ടിയല്ലേ, ഉമ്മുണ്ടല്ലോ, നീ എന്തൊക്കെ വേറെ കെട്ടിയ? എല്ലാം അബ്ബാക്കിരല്ലേ, അബ്ബാക്കിരല്ലേ, അയാളാക്കണം. അയാൾ ടൈമായി, അയാളാക്കിയാൽ വല്ല അത്ഭുതമൊന്നുമില്ല. അയാൾ ഇനിയും ആക്കിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇപ്പൊ നേരം വെളുക്കറോ? വയസ്സായിട്ട് ഇനിയും നേരം വെളുക്കുന്നില്ലെങ്കിൽ ഇനി എപ്പോ നേരം വെളുക്കണ്ടേ? അതൊരു വിശേഷത്തെയല്ല, അതൊരു വലിയ കാര്യമല്ല. അയാൾ നേരെ ആയില്ലെങ്കിലാണ് അത്ഭുതം. വയസ്സായിട്ടും കൂടി നേരം വെളുത്തിട്ടില്ല, പഴയപടി വട്ടിക്ക് കൊടുക്കുന്ന സ്വഭാവമാണെങ്കിൽ, വയസ്സായിട്ടിപ്പോഴും സിംഗിൾ നമ്പർ എടുക്കുന്ന സ്വഭാവമാണെങ്കിൽ, വയസ്സായിട്ടിപ്പോഴും ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പെണ്ണിനെ നോക്കി ലൈൻ അടിക്കുന്ന സമ്പ്രദായമാണെങ്കിൽ, പൊന്നു വയസ്സൊക്കെ വയസ്സന്മാര്, നിങ്ങൾക്കിനി കുറെ വേല പറഞ്ഞിട്ട് കാര്യമില്ല. അവരോടല്ല കാര്യം, അവർ നല്ലവരാണ്. വയസ്സന്മാർ മിക്കവാറും നേരിന്റെ വഴി സ്വീകരിച്ചവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നല്ലവരായ സദാ നേരവും അല്ലാഹുവിന് റുക്കൂ ചെയ്യുന്നവരായ, കാലങ്ങളേറെയായി റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവരായ ആ വയസ്സന്മാരുള്ളത് കൊണ്ടാണ് ഈ ലോകം തന്നെ അല്ലാഹു കാത്തിട്ടുള്ളത്, ബാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോ, നമ്മളെ മോശത്തരങ്ങൾ കാണുമ്പോ, നമ്മൾ ചെയ്യുന്ന ബടക്കത്തരങ്ങൾ കാണുമ്പോ, പടച്ച റബ്ബ് എപ്പോഴേ ഞങ്ങളെ പിടിക്കേണ്ടതല്ലേ? അല്ലേ? ആ പണ്ടുള്ള മനുഷ്യന്മാര് ഏതോ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സമുദായത്തെ മൊത്തം അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബിന്റെ സമുദായത്തെ, ലൂത്ത് നബിന്റെ സമുദായത്തെ, അങ്ങനെ പലരെയും വേല് ടൈമായ എല്ലാം പോകാൻ തുടങ്ങിയല്ലേ? ആയല്ലേ? ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ആരും പോകരുത്. ഇൽമിന്റെ മജ്ലിസാണ്, ദീനിന്റെ മജ്ലിസാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ഇരുന്നിട്ട് പോകാം. നമ്മളെ പേടിപ്പെടുത്തുന്ന പല കാഴ്ചകളും, നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പല കാഴ്ചകളും, നമുക്ക് ധൈര്യം ചോർന്നു പോകുന്ന പല കാഴ്ചകളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കാണുമ്പോ നമുക്ക് ഏക ആശ പ്രാർത്ഥന മാത്രമാണ്, ദുആ മാത്രമാണ്. ദുആ ബൽദ്, അല്ലാണ്ട് ഡിസംബർ 6 റോഡ് സൈഡിൽ ടയർ കത്തിക്കുന്നതല്ല ബൽദ്. ദുആ ബൽദ്, ദുആ അത് വേണോ മുന്നേ, അത് വേണോ? സ്വബഹി നിസ്കരിച്ചിട്ട് നല്ലവണ്ണം ദുആരക്ക്, അത് മുന്നേ വേണം. പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുമ്പോ സമുദായം ഒന്നിച്ച് അവിടെ അല്ലാഹുവിനോട് ദുആരക്ക്. എത്ര കാര്യങ്ങൾക്ക് അല്ലാഹു പരിഹാരം ചെയ്തിട്ടുണ്ട്.
എത്ര കാര്യങ്ങൾക്ക് റബ്ബിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം അതല്ല. ചെറിയ ചെറിയ ഒരു സിംഗിളായ തെറ്റ്, ചെറിയ തെറ്റല്ല, ഗുരുതരമായ തെറ്റ് തന്നെ, ഗുരുതരമായ തെറ്റ് തന്നെ. അത് സംഭവിച്ചതിന്റെ പേരില് ഒരു സമുദായത്തെ മുഴുവനും പണ്ട് കാലത്ത് അല്ലാഹു നശിപ്പിച്ചുവെങ്കിൽ സവർഗരതിയുടെ പേരില് ലൂത്ത് നബിന്റെ സമുദായത്തെ അല്ലാഹു മുച്ചൂടം നിർണാമാക്കിയപ്പോ ലൂത്ത് നബിന്റെ സമുദായത്തെ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, പടച്ചോനെ ഞാൻ എന്റെ സമുദായത്തെ രാപ്പകലില്ലാതെ നിന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്, വഅല് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രസംഗിച്ചു കൊടുക്കുകയാണ്, തൗഹീദിലേക്ക് വിളിക്കുകയാണ്. ഇല്ല റബ്ബേ, ആരും ചെവി കൊള്ളുന്നില്ല. അതുകൊണ്ട് റബ്ബേ വലം യുഫിദുഹും ഒരു ഉപകാരം ഇവിടെ കിട്ടുന്നില്ല തമ്പുരാനെ. അതുകൊണ്ട് നാഥാ, അവരെ നീ ഇനി ദുനിയാവിലെ ബാക്കി വെക്കണ്ട, നശിപ്പിച്ച് കളാ. മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാരണമായി പടച്ച റബ്ബ് ആ സമുദായത്തെ നശിപ്പിച്ചു കളഞ്ഞു, ഇല്ലാണ്ടാക്കി കളഞ്ഞു. അങ്ങനെ പലര് എന്നാ ഇന്നും ഇല്ലേ അങ്ങനത്തെ തെറ്റ് ചെയ്യുന്നോറ്? ഇല്ലേ? ഈ പറയപ്പെട്ട തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങൾ ഇന്നുമില്ലേ? എന്നിട്ടെന്തേ പണ്ടത്തെ സമുദായത്തെ മുച്ചൂടം നിർണാമാക്കിയ പോലെ, നശിപ്പിച്ച പോലെ, സർവനാശാക്കിയ പോലെ, സത്യനാശാക്കിയ പോലെ എന്തേ ഇന്നത്തെ ജനങ്ങളെല്ലാം അങ്ങനെ നശിപ്പിച്ചില്ല? പണ്ടുള്ള സമുദായം നശിപ്പിക്കപ്പെടാൻ ഏതൊരു തെറ്റാണോ കാരണമായത്, ഏതൊരു ദൈവകോപമാണോ കാരണമാക്കപ്പെട്ടത്, അത് ഇന്നും ഈ സമുദായത്തിന്റെ ഇടയിൽ പലരും ചെയ്യലുണ്ട്. എന്നിട്ട് എന്തേ നമ്മളൊന്നും ചെയ്യപ്പെടാതെ ബാക്കിയായി, ശിക്ഷിക്കപ്പെടാതെ ബാക്കിയായി? എന്തേ പടച്ചവന്റെ ബാറ്ററി ലോ ആയാ? അല്ല, പടച്ചവന്റെ കഴിവ് കുറഞ്ഞോ? പടച്ച റബ്ബിന്റെ കഴിവ്, അവന്റെ ശക്തി അത് ലോ ആയോ? അത് കുറഞ്ഞു പോയോ? എന്തേ പടച്ച റബ്ബ് ശിക്ഷിച്ചില്ല? ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്തറിയോ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അത് പൂർവകാലത്തുള്ള ജനങ്ങള് ഏതോ അരുതായ്മകൾ ചെയ്തതിന്റെ പേരില് ആ സമുദായത്തെ മുച്ചോടം അല്ലാഹു നശിപ്പിച്ചുവെങ്കിൽ അത്തരത്തിലുള്ള പാപങ്ങളും കൃത്യങ്ങളും കുറ്റകരമായ ദോഷകരമായ മോശകരമായ പല കാര്യങ്ങളും ഇന്നത്തെ ആധുനിക സമുദായം ചെയ്യുന്നവരായിട്ട് പോലും പടച്ച റബ്ബന്റെ ശിക്ഷിക്കാതിരിക്കുന്നത്. തീരെ ശിക്ഷിക്കുന്നില്ല എന്നല്ല, അന്നുള്ള ജനങ്ങളെ സർവനാശാക്കിയ പോലെ എന്തേ ഇന്നുള്ള ജനങ്ങളെ സർവനാശാക്കാതെ? പടച്ച റബ്ബിന്റെ കഴിവ് കുറഞ്ഞതാണോ? അല്ല. പിന്നെയാ പുണ്യ നബിയുടെ